ഇത് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുണ്ട് എന്ന് അവകാശപ്പെടുന്ന പ്രതിഭ മഞ്ഞൾ എന്ന ഇനമാണ്. കോഴിക്കോട് സുഗന്ധവിള ഗവേഷക കേന്ദ്രം തയ്യാറാക്കി റെയ്ഡ്കോ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ വിതരണം ചെയ്ത ഒരു മഞ്ഞൾ ഇനമാണ് ഇത്. പ്രതിഭ മഞ്ഞൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സമാഹരിച്ച് പാക്ക് ചെയ്ത് ഏറ്റവും ഗുണമേന്മയുള്ളതിനെ തിരഞ്ഞെടുത്ത് പാക്ക് ചെയ്ത് കേരളത്തിൻ്റെ വിവിധ പ്രദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുകയാണ്. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി വെളിയന്നൂരിലെ തന്നെ കർഷകർക്ക് വിത്ത് സൗജന്യമായി നൽകി അവർ കൃഷി ചെയ്ത് അവരിൽ നിന്ന് ഈ നാട് സമാഹരിച്ചെടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് സമാഹരിച്ചെടുത്ത് അതിൽ നിന്ന് ഈ നാടിൽ സമാഹരിച്ചെടുത്തതിൽ വിത്തായി തരം തിരിച്ചെടുത്ത് നല്ല ഗുണമേന്മയുള്ളതിനെ തയ്യാറാക്കിയെടുത്ത് നമ്മൾ വിത്തായി വിപണിയിലേക്ക് ഇറക്കുകയാണ്. ഒരു വിലയൊക്കെ എങ്ങനെയാണ് സാർ? വില പ്രതിഭാ മഞ്ഞൾ പൊതുവിപണിയിൽ 100 രൂപ വിലയുള്ള 100 രൂപയിലധികം വിലയുള്ള മഞ്ഞളിനമാണ്. പക്ഷേ നമ്മൾ ഈ നാട് ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ മഞ്ഞൾ കൂടുതൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 60 രൂപയ്ക്കാണ് ഇപ്പോൾ 1 കിലോഗ്രാം കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കൊറിയർ സൗകര്യം അയച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, കൊറിയർ സർവീസിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ നമ്മൾ സമാഹരിച്ച വിവിധ കർഷകരിൽ നിന്ന് സമാഹരിച്ച മഞ്ഞൾ പ്രതിഭ മഞ്ഞൾ ഇവിടെ തരം തിരിച്ചെടുത്ത് അത് വിത്താക്കി മാറ്റി അത് വിവിധ സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊറിയർ വഴി അയക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്. കർഷകരിൽ നിന്ന് എല്ലാ ദിവസവും എന്നതുപോലെ കർഷകരിൽ നിന്ന് ഇത് ഇപ്പോൾ എത്തുന്ന കർഷകരിവിടെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും കർഷകരിൽ നിന്ന് എടുക്കുന്നുണ്ട്. നമുക്ക് വിവിധ പ്രദേശത്ത് കൃഷി ചെയ്തിട്ടുള്ളത് ആ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ഈ നാട് സമാഹരിക്കുന്നുണ്ട്. ഈ പ്രതിഭ മഞ്ഞളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, മറ്റു മഞ്ഞളുകളെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലുണ്ട്. അതായത് അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞളാണ്. ഒപ്പം തന്നെ രോഗപ്രതിരോധ ശേഷിയും ഈ മഞ്ഞളിനങ്ങൾക്ക് കൂടുതലാണ്. കുർക്കുമിൻ്റെ അളവ് ഏകദേശം 6% കുർക്കുമിൻ്റെ അളവ് വരുന്നുണ്ട്. അതുപോലെ ഒലിയോറൈസിൻ, അതുപോലെ എസെൻഷ്യൽ ഓയിൽ, ഇതെല്ലാം മറ്റു മഞ്ഞളുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ് ഇതിൻ്റെ അളവ്. അതുപോലെ തന്നെ ഇത് ഉണങ്ങുമ്പോൾ ഉള്ള അളവും കൂടുതലാണ്. നമുക്ക് ഏകദേശം ഒരു 20 മുതൽ 25%, അതായത് നമ്മൾ 100 കിലോ മഞ്ഞൾ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 20 to 25 കിലോ മഞ്ഞൾ, ഉണക്ക മഞ്ഞൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രോഗപ്രതിരോധ ശേഷിയുണ്ട്, അത്യുൽപാദന ശേഷിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മികച്ച ആദായം മഞ്ഞൾ കൃഷിയിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു സവോള ഒക്കെ പാക്ക് ചെയ്യുന്ന തരത്തിലുള്ള കണ്ണിയകരമുള്ള നമ്മളൊരു പാക്കറ്റിനാണ് ആദ്യമേ പാക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എയർ സർക്കുലേഷനുള്ള ഹോളുള്ള കാർട്ടൺ ബോക്സിലേക്ക് നമ്മൾ വീണ്ടും ഇത് മാറ്റുകയാണ്. മാക്സിമം സ്പീഡിൽ തന്നെ ഗുണഭോക്താക്കൾ എത്തുന്ന തരത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. 2-3 ദിവസത്തിനകം തന്നെ എത്ര അകലെയാണെങ്കിൽ തന്നെ നമ്മുടെ പാഴ്സൽ അവിടെ ചെല്ലും. കൃഷിക്കാർക്ക് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ ഏറ്റവും ഗുണമേന്മയുള്ള തരത്തിലുള്ള മഞ്ഞൾ വിത്തുകളാണ് നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇതെങ്ങനെ വെറുതെ വാഷ് ചെയ്യുന്നേ ഉള്ളൂ അതോ? ഇത് നമ്മൾ ആദ്യം മണ്ണ് പോകാനായിട്ടൊന്ന് വാഷ് ചെയ്യും. അതിനുശേഷം ഇത് വീണ്ടും മാറ്റിയിട്ട് നമ്മളിതിനകത്ത് ഫംഗിസൈഡൊക്കെ ഉപയോഗിച്ച് മറ്റേ ഇതിനകത്ത് ഊരം പോലെയുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫംഗിസൈഡ് ട്രീറ്റ്മെന്റും ചെയ്യും. വിത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട്. ഈ നാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതൊക്കെ മേഖലയിലാണ് സാർ പ്രവർത്തിക്കുന്നത്? ഈ നാട് യുവജന സഹകരണ സംഘം മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പരിപാടിയിൽ രൂപം കൊണ്ട സഹകരണ സംഘമാണ്. മാലിന്യ സംസ്കരണ മേഖലയിൽ കേരളത്തിലൊരു വ്യത്യസ്തമായി മാതൃക തുറന്ന സഹകരണ സംഘമാണ് ഈ നാട്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയ യുവജന സഹകരണ സംഘം എന്ന അഭിമാനത്തോട് പറയാൻ കഴിയും. തുടർന്ന് നമ്മൾ മാലിന്യ സംസ്കരണ മേഖലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിവിധ മേഖലകളിലേക്ക് നമ്മുടെ പ്രവർത്തനം ഇന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ ജൈവവളങ്ങൾ ഈ നാട് ഏറ്റവും ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ഈ നാട് വിപണിയിലെത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പരിശീലന കേന്ദ്രത്തിൽ ഒട്ടനവധി പരിശീലന പരിപാടികൾ തുടർച്ചയായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പരിശീലന പരിപാടികൾ നമ്മൾ തുടർച്ചയായി സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഈ നാട് അതിൻ്റെ പ്രവർത്തന രംഗത്ത് വിപുലീകരണം സാധ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാർഷിക മേഖലയിൽ കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെല്ലുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള തൈകൾ ഈ നാടിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭ്യമാവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും എല്ലാം ഈ നാടിലൂടെ വിവിധ തരത്തിലുള്ള തൈകൾ വാങ്ങാം. വിവിധ കാർഷിക രീതികളെ സംബന്ധിച്ച് പുതിയൊരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് പരിശീലനം, അവർക്ക് തുടർന്നുള്ള സപ്പോർട്ട്, അവർക്കുള്ള പിന്തുണാ സംവിധാനം അതെല്ലാം ഈ നാട് ഒരുക്കുകയാണ്.